അന്നപൂർണേശ്വരി ലക്ഷ്മീപുരം വാഴും സംഹാരരൂപിണി ദേവി, ശത്രു സംഹാരരൂപിണി ദേവി. കണ്ഠം അറുത്തു മഹിഷാസുരനിൽ താണ്ഡവമാടുന്നു ദേവി, ശ്രീലക്ഷ്മീപുരം വാഴും ദേവി, എൻ ലക്ഷ്മി ഭഗവതി ദേവി. ദീപോ ജ്യോതി പരം ബ്രഹ്മ, ദീപോ ജ്യോതിർജനാർദ്ദന, ദീപോ ഹരതുമേ പാപം സന്ധ്യാദീപ നമോസ്തുതേ. ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം, നമഃശത്രുവിനാശായ ദീപജ്യോതിർ നമോ നമോ. ഭക്തജനങ്ങളെ, ത്രിവേണി സംഗമസ്ഥാനത്ത് കുടികൊള്ളുന്ന മഹാലക്ഷ്മീപുരം ശ്രീ മഹിഷമർദിനി ക്ഷേത്രത്തിൽ ലക്ഷം ദീപ സമർപ്പണവും നവഗ്രഹ ശാന്തി ഹോമവും 2015 ഫെബ്രുവരി 1 മകരമാസം 18 ഞായറാഴ്ച ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടത്തപ്പെടുകയാണ്. രാവിലെ 9 മണിക്കാണ് നവഗ്രഹ ശാന്തി ഹോമം നടക്കുക. വൈകിട്ട് ലക്ഷം ദീപ സമർപ്പണം. ഈ മംഗളവേളയിൽ പങ്കാളികളായി മംഗളരൂപിണിയായ സർവേശ്വരി ശ്രീ മഹിഷമർദിനി ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ എല്ലാ ഭക്തജനങ്ങളെയും ഫെബ്രുവരി 1 മകരമാസം 18 ഞായറാഴ്ച ചട്ടഞ്ചാൽ മഹാലക്ഷ്മീപുരം ശ്രീ മഹിഷമർദിനി ക്ഷേത്രത്തിന്റെ പരിശുദ്ധവും പരിപാവനവുമായ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 3 തീർത്ഥങ്ങളും ഒരുമിച്ചെഴുന്നള്ളി ലക്ഷ്മീപുരത്തിൻ ശ്രീകോവിലിൽ, 3 തീർത്ഥങ്ങളും ഒരുമിച്ചെഴുന്നള്ളി ലക്ഷ്മീപുരത്തിൻ ശ്രീകോവിലിൽ, അരികത്ത് വാഴും നാഗരാജാവും കാലദോഷങ്ങൾ തീർക്കും. ഭക്തജനങ്ങളെ, ദീപത്തിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ അനേകം വർണ്ണിച്ചിട്ടുണ്ട്. ദീപം തെളിയാത്ത ഹൈന്ദവ ഭവനങ്ങൾ നമുക്ക് അന്യമാണ്. ഓരോ വീട്ടിലെയും കുടുംബാംഗങ്ങളുടെ ദുരിതങ്ങൾ തീരുവാനും ഗൃഹത്തിന്റെ ഐശ്വര്യത്തിനും തറവാടിന്റെ ക്ഷേമത്തിനും നക്ഷത്രദോഷ നിവാരണത്തിനും നേത്രരോഗ ശമനത്തിനും അഭീഷ്ടസിദ്ധിക്കും സ്ഥാപനങ്ങളുടെ ഉയർച്ചയ്ക്കും മോക്ഷദായിനിയായ ദേവിയുടെ തിരുമുന്നിൽ ദീപം തെളിയിക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് അനുഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആതുല പരാക്രമിയും ദുഷ്ടനുമായ കംസനെ നിഗ്രഹിച്ചെത്തിയ ഭഗവാൻ കൃഷ്ണനെ ഗോപികമാർ എതിരേറ്റതും, രാവണനാം രാക്ഷസശ്രേഷ്ഠനെ നിഗ്രഹിച്ച് ലങ്കയിൽ നിന്നുമെത്തിയ സത്യധർമാദികളുടെ മൂർത്തിമദ്ഭാവമായ സാക്ഷാൽ ശ്രീരാമചന്ദ്രദേവനെ അയോധ്യാവാസികൾ സ്വീകരിച്ചതും ദീപാരതികൾ കൊണ്ടായിരുന്നു. കോടിക്കണക്കിന് ഭക്തന്മാർ ജന്മപുണ്യം നേടാൻ മലചവിട്ടിയെത്തുന്ന ശബരിമലയിലെ സുപ്രധാന ദിനം മകരജ്യോതിയാണ്. ഗുരുവായൂർ ഏകാദശി, മഹാലക്ഷ്മി പൂജയ്ക്കായുള്ള തൃക്കാർത്തിക എന്നിവയ്ക്കും ദീപമാണ് ഐശ്വര്യത്തിന് നിദാനം. സർവമംഗളകർമ്മങ്ങളും നാം ദീപം സാക്ഷിയാക്കിയാണ് നിർവഹിക്കുന്നത്. അതിനാൽ സർവരോഗ നിവാരണത്തിനായി, നാടിന്റെ ക്ഷേമ ഐശ്വര്യത്തിനായി മഹാലക്ഷ്മീപുരം ശ്രീ മഹിഷമർദിനി ക്ഷേത്രത്തിൽ ലക്ഷം ദീപ സമർപ്പണവും നവഗ്രഹ ശാന്തി ഹോമവും 2015 ഫെബ്രുവരി 1 നീ തന്നെ ശരണം, ലക്ഷ്മീപുരം വാഴും അമ്മേ, മനസ്സിൽ ലക്ഷദീപം തെളിഞ്ഞുണരൂ. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതമം എന്ന 1-ാം സൂക്തത്തോടെയാണ് ലോകത്തിന് വെളിച്ചമേകിയ ചതുർവേദങ്ങളിൽ പ്രമുഖമായ ഋഗ്വേദം 1-ാം അഷ്ടകം ആരംഭിക്കുന്നത്. ആവഹനീയ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ഹിതകാരിയും ദേവന്മാരെ യജ്ഞത്തിൽ വിളിച്ചു വരുത്തുന്നവനും ഋത്വിക് സ്വരൂപത്തിലുള്ളവനും രത്നധാരിയുമായ അഗ്നിയെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഇഹലോകത്തിലെ സകല പാപങ്ങളെയും അകറ്റി നന്മ ചൊരിയാൻ കഴിവുള്ളവയാണ് ദീപമെന്ന് ആഗമശാസ്ത്രങ്ങൾ അടിവരയിട്ട് പറയുന്നു. ഈ വിശ്വാസധാരയെ നെഞ്ചേറ്റിക്കൊണ്ട് ആധ്യാത്മിക നിറവിന്റെ നന്മയും പുണ്യവും സമൂഹത്തിന് ചൊരിയാൻ സർവൈശ്വര്യദായിനിയായ ശ്രീ മഹിഷമർദിനി ദേവിയുടെ തിരുസന്നിധിയിൽ മഹാലക്ഷ്മീപുരം ശ്രീ മഹിഷമർദിനി ക്ഷേത്രത്തിൽ ലക്ഷം ദീപ സമർപ്പണവും നവഗ്രഹ ശാന്തി ഹോമവും 2015 ഫെബ്രുവരി 1 കൊല്ലവർഷം 1190 മകരമാസം 18 ഞായറാഴ്ച നടത്തപ്പെടുകയാണ്. രാവിലെ 9 മണിക്കാണ് നവഗ്രഹ ശാന്തി ഹോമം. വൈകുന്നേരം ദീപാരാധനയോടെ ലക്ഷം ദീപ സമർപ്പണവും നടക്കും. 2 മംഗളകർമ്മങ്ങളിലും പങ്കാളികളായി മഹിഷമർദിനി ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. 2015 ഫെബ്രുവരി 1 ഞായറാഴ്ച ചട്ടഞ്ചാൽ മഹാലക്ഷ്മീപുരം ശ്രീ മഹിഷമർദിനി ക്ഷേത്രത്തിന്റെ പരിശുദ്ധവും പരിപാവനവുമായ തിരുസന്നിധിയിലേക്ക്. നടയിൽ തെളിയുന്ന നവരാത്രി ദീപങ്ങൾ നവഭാവമാർന്നുണരുമ്പോൾ, നടയിൽ തെളിയുന്ന നവരാത്രി ദീപങ്ങൾ